അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. കൈനിറയെ വെണ്ണയും കവിളിൽ ഒരു ഉമ്മയും. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മെന്റർ ഒരാളായിരിക്കും. ഞാൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. സൂസു സുധിയുടെ സ്വന്തം സ്വാതി. സൂസു സുധി വാൽമീകത്തിലെ നായിക സ്വാതിയും കുട്ടിക്കുറുമ്പിന്റെ രാജസദസ്സിൽ. ചേച്ചിയുടെ ജീവിതം കട്ടപ്പോ. കുട്ടിക്കൈകളിൽ രുചിഭേദങ്ങളുടെ രസക്കൂട്ടുമായി ഒനിയൻ പോഹയും. നമസ്കാരം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അജയേട്ടാ സ്വാഗതം. സുഖാണല്ലോ അല്ലേ? പിന്നെ സുഖം തന്നെ. സുഖം. പ്രേമിക്കുന്ന സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു അജയേട്ടാ. അതിപ്പോ ഈ പ്രേമിയെ കാണുമ്പോ തന്നെ അറിയാം. എന്താ ക്ഷീണിച്ചു പോയോ? അല്ലല്ല, ആ റിച്ച്നെസ് കാണുന്നുണ്ട് മുഖത്ത്. ചേട്ടനും അതെ ആണല്ലേ? റിച്ച. അത് ചിലപ്പോ ഈ ഷോയൊക്കെ നന്നാവുന്നോണ്ടായിരിക്കും. ഇന്ന് സ്പൈക്ക് ചെയ്തില്ലേ? ഇല്ല, സ്പൈക്ക് ചെയ്യാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ലായിരുന്നു. പ്രേമം സ്റ്റൈലാണോന്ന്. മെന്റേഴ്സ് വെൽക്കം കുട്ടിക്കലവറ. കുഞ്ഞുങ്ങളെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? എത്ര ദിവസമുണ്ട് ഈ കുട്ടിക്കലവറ? സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെയൊക്കെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഇനി മുതൽ ഒരു കാര്യം പറയാം. കുട്ടിക്കലവറയുടെ ഷൂട്ടിംഗ് ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ വെക്കുന്നുള്ളൂ. പോരെ? ഓ, പാരന്റ്സിന് എന്താ സന്തോഷം. അതല്ല, ഡ്യൂട്ടി പറഞ്ഞു. ചേച്ചി പാരന്റ്സ് കൈയടിച്ചു, കുട്ടികളുടെ മുഖം വാടി. അല്ല, അവരുടെ സന്തോഷം എന്തറിയോ? അവർക്ക് ഇനി നോട്ട്സ് ഒന്നും എഴുതണ്ട. കുട്ടികൾക്ക് സന്തോഷം, അവർക്ക് ക്ലാസ്സിൽ പോയി നോട്ട്സ് എഴുതണം. ഇനിയുള്ള ദിവസം സ്കൂളിൽ പോണല്ലോ എന്നുള്ള വിഷമാണ്. ഇനി എന്താ ചെയ്യാ? സങ്കടായോ എല്ലാവർക്കും? കുഞ്ഞു സ്കൂളിൽ പോവാണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ശനി ഞായർ മാത്രം ഷൂട്ട് വെച്ചതിന് എന്താ ചെയ്യാ? ഒരു കാര്യം പറയട്ടെ. സ്കൂളിൽ പോയ എനിക്ക് ശല്യം. ഓ, ഇവിടെ വന്ന് എനിക്ക് ശല്യം ഇല്ല. അല്ല, അതിനെപ്പറ്റി പറയേണ്ടത് വേറൊന്നുമില്ല. സ്കൂളിൽ പോയാൽ ഇവന് ശല്യ, ഇവിടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും ശല്യ. കുഞ്ഞു പറയേ വെച്ചിട്ടുണ്ട്. കുഞ്ഞുവിന്റെ അടുത്താ പറഞ്ഞത്. അതെന്താ? അറിയാതെ ചോദിച്ചു പോയി ഞാൻ. എന്നാലും അങ്ങനെ കുട്ടികളോട്, കൊച്ചു കുട്ടികളോട് അങ്ങനെ ചീത്തക്കാരും ചോദിക്കാൻ കൊള്ളാമോ? സ്കൂളിൽ പോവാൻ പാടില്ലേ ചോദിക്കാൻ? ചീത്തക്കാരിയാണോ? പക്കുറിച്ചേട്ടനും അങ്ങനെ ചീത്ത ആളാവുന്നു. പിന്നെ മൊത്തം ചീത്തയാണോ? പുള്ളി വേറെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. റൂട്ട് മാറി ഞാൻ തുടങ്ങി. പക്ഷെ ഞാൻ തുടങ്ങിയ എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രേമി വിശ്വസിച്ചാലും കൊള്ളാം,
വിശ്വസിച്ചില്ലേലും കൊള്ളാം. ഞാൻ അഭിനന്ദിന്റെ സെറ്റാ. അതാ നല്ലത്. പക്ഷെ കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു, പക്രുച്ചേട്ടൻ ചീത്തയായാൽ ഈ ലോകം മുഴുവൻ ചീത്തയാവുന്നു. അല്ല ഞാൻ പറയട്ടെ, പക്ഷെ അവനെ എതിർപ്പ് പ്രേമിയോട് മാത്രം. പക്രുച്ചേട്ടാ, എനിക്കറിയാം എന്നാത്തിനെ തുടങ്ങിയത്. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം ഈ ലോകം കൂടി ചീത്തയാക്കാനല്ലേ തുടങ്ങിയത്. ആര്? ഈ പ്രേമിച്ചേച്ചി അല്ലേ? പിന്നെ പ്രേമിച്ചേച്ചി കഴിഞ്ഞിട്ട് കണ്ടോ എല്ലാം. ഓക്കെ. അപ്പൊ നമ്മള് രണ്ടുപേരുമാണ് ഈ ലോകം ചീത്തയാക്കുന്ന അപ്പൊ ആൾക്കാര്. പ്രേമി എന്താ പറയ്? വസ്കു വസ്കു. വസ്കു എന്നാ പ്രശ്നം എന്താ പറയൂ. അനങ്ങാതിരിക്കുന്ന വസ്കു. അനങ്ങാതിരിക്കുന്ന വസ്കു ആരാ? അനങ്ങി തുടങ്ങും. അനങ്ങാതിരിക്കുന്ന ശല്യം കാരണം. അനങ്ങാതിരിക്കുന്ന വസ്കു ഒക്കെ ഇനി അനങ്ങി തുടങ്ങും പക്രുച്ചേട്ടന്റെ ശല്യം കാരണം അല്ലേ? ആ മഞ്ഞ ഷർട്ട് ഇട്ട വസ്കു അല്ലേ? നമുക്ക് റൂട്ടങ്ങ് മാറ്റിയാലോ ചേട്ടാ? റൂട്ടങ്ങ് മാറ്റിയാലോ? ഒരു കാര്യം ചെയ്യാം, ഭീഷണി വന്ന സ്ഥിതിക്ക് നമുക്ക് ട്രാക്ക് മാറ്റി പിടിക്കാം. സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ബീന ഇവിടെ ഉണ്ട്, ബീനോട് ചോദിക്കാം. എന്നാ സമാധാനത്തിന്റെ മാടപ്രാവ്. അയ്യോ മദർ തെരേസ എന്താ പറയണ്ടേ പറഞ്ഞു. എന്തെങ്കിലും പോരെ മാടപ്രാവേ. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? എന്റെ കുട്ടികൾ നല്ല കുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഇപ്പൊ കുസൃതിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, കുസൃതിയൊക്കെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരേപോലെ എന്റെ മക്കൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞു പറഞ്ഞതുപോലെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതിനെ പറ്റി ഇവരിപ്പോ എന്തെങ്കിലും പറയാറുണ്ടോ ചേച്ചിയോട്? അല്ല ഇവർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടാ. എനിക്ക് പ്രശ്നമില്ല, എപ്പോഴും ഇഷ്ടമാണ്. മോൾക്കോ ഇഷ്ടാണോ? അവിടെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടം. അവിടെ സ്ക്രീനിൽ ഈ ഇതൊക്കെ ഉണ്ട്, അവിടെ മറ്റേ മ്യൂസിക് ഒക്കെ കാണിച്ചു തരും സ്ക്രീനിൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ നാളെ മുതൽ സ്കൂളിൽ പോയാലോ? കുട്ടികളെ അപ്പൊ പറഞ്ഞു സ്കൂളിൽ പോകാനാ ഇഷ്ടം. എനിക്ക് ഇഷ്ടം വേണ്ട, നാളെ മുതൽ സ്കൂളിൽ പോയാ മതി. അത് മതി. അവിടുത്തെ ക്ലാസ്മ മാത്രമാണ് ഇഷ്ടം. അവിടെ ന്യൂസ് കാണിക്കുന്ന ഒരു ഇതില് മോൾക്ക് ഏറ്റവും ഇഷ്ടം കുട്ടിക്കലവറയാണ്. അജേട്ടാ, ബീന ചേച്ചി നമുക്കൊരു രസകരമായിട്ട് ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇല്ലേ, ചേട്ടൻ കേക്കണം കേട്ടോ. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പം കാറിൽ ഒരു പാട്ട് കേട്ടു. ഓ അങ്ങനെ. ആ പാട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് തവണ കേട്ടു. അപ്പൊ നമുക്ക് ചേട്ടൻ കേക്കണ്ടേ? അല്ല അത് ഏത് പാട്ടായിരുന്നു ബീനെ? നമ്മുടെ എന്ന് നിന്റെ മൊയ്തീനിലെ പാട്ട് ശാരദാംബരം. അത്രേ ഉള്ളൂ. സ്കൂളിൽ പോണ കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു ഐഡിയ വെക്കുവാണ്. ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നമ്മൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു, പോയിട്ട് 4 മണി വരെ സ്കൂള് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം സ്കൂളിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് ശനി ഞായർ മാത്രം വീട്ടിലേക്ക് വരുന്നൊരു പരിപാടി. വണ്ടിയുടെ കാല് കുത്താൻ പോലും എനിക്ക് ഇഷ്ടമല്ല. സ്കൂളിൽ വണ്ടിയിൽ വണ്ടി പടിയിൽ എനിക്ക് കാല് കുത്താൻ പോലും ഇഷ്ടമല്ല. പിന്നെ സ്കൂളിൽ പോണ എനിക്ക് മനസ്സിലായത്. ഞാൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ഈ സ്കൂളുകളിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് സ്കൂളുകളിൽ ഇതുപോലെ പാട്ട്, തമാശകൾ, എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെയാണോ ഇഷ്ടം അല്ലേ അദ്വൈതേ? അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണോ അദ്വൈതിന്? ചിന്തിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് ബീനാമ്മയുടെ എന്താ പറയുന്നത്, അങ്ങ് ചിറകിന്റെ ഇടയിൽ ഒതുങ്ങി. സ്കൂളല്ല ഇഷ്ടം, എനിക്ക് ശരിക്കും കുട്ടിക്കളവർ ഏറ്റവും ഇഷ്ടം. സന്തോഷമായില്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്കൂള് വേണ്ട. ശരിക്കും കുട്ടിക്കലവറ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയാന്ന് എനിക്ക് മനസ്സിലായി. എന്താ കുട്ടിക്കലവറ ഇഷ്ടം? കാരണം എന്താ? അത് ഇവിടെ പ്രോഗ്രാം നന്നായി എനിക്ക് ഇഷ്ടായി. പിന്നെ പ്രോഗ്രാമില് കുറുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ മെന്റർ, ഈ നിൽക്കുന്ന ഈ സാധു സ്ത്രീ, പുള്ളിക്കാരി കുറുമ്പുകാരിയാണോ? അല്ല, പാവാണ്. അച്ഛൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന കാര്യം എന്താ? അച്ഛനും അമ്മയും ഒന്നും കള്ളം പറയില്ല. മുഴുവൻ കള്ളവും മോള് പറഞ്ഞു. അതെ,
ഇത് പറയാന്ന്. അല്ല അച്ഛൻ പറയല്ല വാങ്ങിച്ചിരുന്നു, ഒരിക്കലും വാങ്ങിച്ചില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാരോ എന്തോ എന്താ ഈ തലചൊറിയുന്ന എന്തിനാ? അതല്ല, അമ്മ നേരത്തെ പെയിൻ ചെയ്യാറില്ല. എന്താണ് അമ്മേ? കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ വന്നിരിക്കുവല്ലേ? കേട്ടോ. അദ്വൈത സ്ഥിരം നിങ്ങൾ TV കാണുക, കാർട്ടൂൺ കാണുക എന്നൊക്കെ ഒരു പരാതി. കാർട്ടൂൺ കണ്ട് കണ്ട് കാർട്ടൂൺ പോലൊക്കെ കാണിക്കുന്നു പറയുന്നു, നേരാണോ? ഡോറാമോൻ അല്ല ഡോറേമോൻ. ഡോറിമോൻ. ആ, അനുകരിക്കോ? ഡോറിമോൻ അനുകരിക്കോ? ഒന്ന് കാണിച്ചേ കേൾക്കാം. രണ്ടുപേരും കൂടെ ഒന്ന് കാണിക്ക്. കാണിക്ക്. മുझे बचाओ डोरेमोन, मुझे बचाओ. എന്നിട്ട് ജിയാനെ നോബിത്തെ അടിച്ചു. ഡോറേമോൻ മുझे ഗാഡ്ജറ്റ് ദോ. എന്താ ഈ കഥ? ഡോറിമോൻ വേണ്ട എന്തോ ഫ്യൂച്ചറിന് ഒരു റോബോട്ട് വന്നു, അതിന്റെയാണ് ഈ കഥ. അല്ല, ഇതിൽ ഒരുപാട് ഹിന്ദിയൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു ഇത് ആരാ പഠിപ്പിച്ചത്, അമ്മയാണോ? മുझे बचाओ बचाओ ഞാൻ സ്റ്റാർ പ്ലസ് കളേഴ്സ് കാണാറുണ്ട്, ഡോറിമോൻ കാർട്ടൂൺ കാണാറുണ്ട്. അത് കണ്ട് കണ്ട് പഠിച്ചു. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഒഴിവ് സമയങ്ങളിൽ റീന ബഷീറിന്റെ വീട്ടിൽ ട്യൂഷന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കാരണം അല്ലെങ്കിൽ ഇതുപോലെ നിർത്താതെ സംസാരിക്കാൻ, ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോകാൻ. അവൾക്ക് ഇതുവരെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല, ഇന്നാണ് കിട്ടിയത്. നമ്മുടെ കുട്ടിക്കലവറയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണ് മേക്കപ്പ്. മേക്കപ്പിന്റെ വേറൊരു വകഭേദമാണ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾ എന്തിനാണ്, പെൺകുട്ടികൾ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോണത്? ജിയമോള് പറ. അത് പെൺകുട്ടികൾക്ക് ഇഷ്ടമായോണ്ട് ബ്യൂട്ടി പാർലർ ഇഷ്ടമാണ്. ബ്യൂട്ടി പാർലർ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചാരിക്കാൻ ചേരില്ലേ, അതിലിങ്ങനെ സുഖമായിട്ട് ഇരിക്കാം. അദ്വൈത് പറ, ബ്യൂട്ടി പാർലറിൽ പോണ എന്തിനാ? ഇപ്പൊ ബോയ്സിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ചില ഗേൾസ് വരും, അപ്പൊ ബോയ് ഫ്രണ്ടിനെ ഷൈൻ ചെയ്യാനായിരിക്കും, ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി. അതിനാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നീ എന്താ ഏട്ടനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. പേര് ചിലപ്പോ ഒരു മെന്റർ ഒരാളായിരിക്കും. ഞാൻ രക്ഷപ്പെട്ടു. നീ ശരിക്കുള്ള പേര് പറയുമെന്ന് വിചാരിച്ചല്ലേ? ഇവള് പറഞ്ഞു ആ രഹസ്യം. ആരാ പ്രേമി? പറയട്ടെ കാല് പിടിക്കാം. പറയണോ? പറയണം. പറ മോള് പറ, ആരാന്ന്? ഞാൻ ചോദിക്കുന്നത് സത്യമേ പറയാവുള്ളൂ, നുണ പറയരുത്. നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആരാ ബ്യൂട്ടി പാർലറിൽ പോയത്? നിന്നെ ആരോ നിന്റെ മനം കവർന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ടാണല്ലോ അവള് പറഞ്ഞ പെട്ടെന്ന് വാകുത്തി. ആമറൊന്നും ഒരിക്കലും അയക്കില്ല. എനിക്ക് എപ്പോഴും ഉമ്മ തന്നോണ്ടിരിക്കും. ഐ ലവ് യു, ഐ ലവ് യു. ഇതൊക്കെ ഞങ്ങളൊരു അമ്മമാരെന്ന് അറിയുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് ഈ പ്രോഗ്രാമിനിടയിൽ ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ വരും, പറയുമല്ലോ, അയ്യോ കുട്ടികളോട് ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെയുള്ള ക്രിറ്റിസൈസിങ് ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ചാനലും അതുപോലെ ഇവരൊരു വേറൊരു ജനറേഷനാണ്. ഇവരുടെ ആ ഇഷ്ടവും അല്ലെങ്കിൽ ഇങ്ങനെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അവര് ചാനൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ TV-യിൽ കാണുന്നത് മുഴുവൻ ഇതാ. അതുപോലെ സിനിമ കാണുമ്പോൾ അവര് എന്താണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവര് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള ഒരു തമാശ, അത് നമ്മളിവിടെ ആസ്വദിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് സത്യസന്ധമായി അല്ലേ? ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ചേച്ചി അങ്ങോട്ട് വിടുവാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്വപ്നമുണ്ട്. ഈ സ്വപ്നം അവർ വളർന്ന് വലുതാകുമ്പോൾ എന്താകണം എന്നുള്ളൊരു കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങളാണ്. ഇത് മനസ്സിലാക്കാതെ പാരൻസ് അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ഓരോ ചിന്തകൾ അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. ആ മുറിപ്പാടുകൾ മാഞ്ഞു പോകാതെ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളുടെയും കഥ പറയുന്ന മൈ ഗോഡ് എന്ന ചലച്ചിത്രം നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രം ചെയ്ത ആദർശ് ഇന്ന് കുട്ടിക്കലവറയിൽ നമുക്കൊരു ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ആദർശ്. പ്ലീസ് വെൽക്കം.
വെൽക്കം. എന്തുണ്ട് ആദർശ് വിശേഷങ്ങൾ? സുഖം സുഖം നല്ല വിശേഷം. നല്ല വിശേഷം. എവിടെയാണ് ആദർശ സ്ഥലം? നാട്ടിൽ എടപ്പാൾ കുറ്റിപ്പുറം, സെറ്റിൽ അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 8th. ആദ്യത്തെ ചിത്രമാണോ ഇത്? അതെ അതെ, ആദ്യത്തെ ചിത്രം. അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നും? ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവി. എങ്ങനെയായിരുന്നു ചിത്രത്തിലേക്കുള്ള എൻട്രി? ഇങ്ങനെ പറയാച്ചാ ഒരു ദിവസം എൻ്റെ അമ്മ ന്യൂസ് പേപ്പറിൽ പരസ്യം കണ്ടിരുന്നു. അപ്പം അച്ഛനോട് വിളിച്ച് പറഞ്ഞതായിരുന്നു. അപ്പം അച്ഛൻ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛന് അമ്മാവൻ ഇമെയിൽ ഐ ഡി അയച്ചു കൊടുത്തിട്ട് അച്ഛൻ ഇമെയിൽ ഐ ഡി പ്രിലിം റൗണ്ട് അവർക്കൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു ഇമെയിൽ വന്നു പ്രിലിം റൗണ്ട് പങ്കെടുക്കാൻ. പ്രിലിം റൗണ്ട് പങ്കെടുത്തപ്പോഴാണ് മനസ്സിലായത് സാം തോട്ടുങ്കലാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രം. പിന്നീട് മനസ്സിലായത് സാം തോട്ടുങ്കൽ 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സുകാരനായിരുന്നു. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ 7ാം ക്ലാസ്സുകാരനല്ലേ, മാച്ച് ആവുക? അപ്പോൾ ഡോണ്ട് വറി, ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കാൻ പറഞ്ഞു. സാം തോട്ടുങ്കലല്ലേ, സാം തോട്ടുങ്കൽ സുഹൃത്തുക്കൾ വേണ്ടിയല്ലോ, ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ 3000-ലധികം കുട്ടികളുണ്ടായിരുന്നു, ഐ തിങ്ക് സോ. എന്നിട്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 350 ആക്കി. അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 10 കുട്ടികളെ ആക്ടിങ് വർക്ക്ഷോപ്പിന് വിളിച്ചു. വിജയ് സാറാണ് നമ്മുടെ ആക്ടിങ് ട്രെയിനർ. എനിക്ക് തോന്നുന്നു ആദർശ് ഭയങ്കര കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര പവറാണ്, ഭയങ്കര എനർജിയാണ്. എനിക്ക് തോന്നുന്നു ഈ മൂവി നിങ്ങൾ തീർച്ചയായും കാണാൻ. ഡോണ്ട് മിസ് മൈ ഗോഡ് അല്ലേ? ഭയങ്കര എനർജിയാണ്. എവിടെ നിന്ന് കിട്ടി ഈ എനർജി? ഗോഡ് നോസ്. ചേട്ടാ, അത്ഭുതത്തോടെ കാത്തിരിക്കുകയാണ് ചേട്ടൻ. ആദർശെ സിനിമ കണ്ടില്ല, പക്ഷേ സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ട്. ആദർശൻ്റെ അഭിനയത്തെക്കുറിച്ചും നല്ല അഭിപ്രായമുണ്ട്. എല്ലാവിധ ആശംസകളും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ്. കാരണം 7ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സുകാരനാക്കി. അതെ, ഇവിടെ വേണമെങ്കിൽ MA കാരനാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇങ്ങേറ്റത്ത് താടി കൊടുത്ത് ഇനി ഏത് ക്ലാസ്സിലേക്കാണ് ഞാൻ പോകേണ്ടത്? അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ചില വീരന്മാരിവിടെ ഉണ്ട്. അതെ, അവരോട് മോൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, സ്വപ്നങ്ങൾ കാണിച്ചു തരാൻ മാത്രമേ ദൈവത്തിന് കഴിയൂ. അത് യാഥാർത്ഥ്യമാക്കണം നിങ്ങളാണ്. നമ്മുടെ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ് എന്ന സിനിമയിലെ സുരേഷ് ഗോപിച്ചേട്ടനില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആളാണ്. ആദർശേട്ടനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് കൊടുത്തോ, ഓരോരുത്തർ ചോദിച്ചോളൂ. അതെ, പോയി കുഞ്ഞിന് കൊടുത്തേ. ആദ്യം ഈ ഇവിടുത്തെ ഏറ്റവും കാര്യപ്രാപ്തിയും ഗൗരവക്കാരും കാണാറുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ പേടിയോടും ഭയഭക്തിയോടും കൂടി കാണുന്ന ഉയർന്ന കാര്യശേഷിയൊക്കെയുള്ള ഒരു വലിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോണത്. സർവശക്തനോട് പ്രാർത്ഥിച്ചിട്ട് മോൻ ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചോളൂ. അതെ, ചോദിക്കൂ കുഞ്ഞു. ഞാനും അഗേഷ്ടാനും കൂടി ഒരു ഇടിമത്സരം വെക്കാൻ പറ്റുമോ? എന്താണ് ഇടി മത്സരം നടത്താൻ പറ്റുമോ? അതാണ്. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. ഇട്ട് കൊടുത്താലും മതി. ഇനി പോണ്ടോ? വേണോ കുഞ്ഞു? കേട്ടോ, എന്താ മോനെ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കൂ. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. ബ്ലാക്ക് ബെൽറ്റ് പോണോ? ഞങ്ങൾക്ക് വേണ്ടിട്ട് അതിനകത്ത് 2 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരൂ. പ്രേമി, അല്ല, ഞങ്ങൾക്ക് വേണ്ടിട്ട് 2 സ്റ്റെപ്പ് കാണിച്ചു തരൂ. മോൻ എന്താണെന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞേ? കരാട്ടെ റെഡ് ബെൽറ്റ്. റെഡ്. ഓക്കെ. പിന്നെ അലമാരി നിറച്ച് ഒരുപാട് ബെൽറ്റും ഉണ്ടെന്ന് അഭിനന്ദൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അഭിനന്ദിന് വേണ്ടി ഒന്ന് കാണിക്കണം, 2 സ്റ്റെപ്പ് കാണിച്ചാൽ ഓക്കെ ആണോ? പിന്നെ സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, കുഞ്ഞുവിന് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്താണെന്ന് ചോദിച്ചു. ഏട്ടനോടൊന്ന് മനസ്സിലായിട്ടോ? ഞാൻ മാറി, ഞാൻ അടുത്തത് എന്റെ മനസ്സിലായോ? അവസാനം ലാസ്റ്റ് ഈ പുള്ളി കൊട്ടേഷൻ കൊണ്ടുവരും. മൈ ഗോഡ് എന്ന ചിത്രത്തില് ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടൻ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് ഒരുപാട് വിഷമം തോന്നിയ, അഭിനയിച്ചപ്പോ ആ ഫീൽ ഉൾക്കൊണ്ട് ചെയ്ത ഭാഗം ഏതായിരുന്നു? ഉൾക്കൊണ്ട് ചെയ്യാച്ചാൽ അതിൽ ഞാൻ എൻ്റെ അച്ഛനെ മീൻസ് ഒന്നും അറിയാതെ ഒരു മരിച്ചു പോകുന്നുണ്ട്. അപ്പം അതിൽ ആ കരച്ചിൽ, ആ വിഷമാണ് എൻ്റെ ഏറ്റവും വലിയ ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടിയത്. അതാണ് അറിയാതെ സംഭവിച്ചതാണ്. അറിയാതെ സംഭവിച്ചാൽ പിന്നെ വലിയ കേസാവും, പിന്നെ ജേർണൽ ഹോം, അങ്ങനെ വലിയ ക്ലൈമാക്സ് ആണോ? സംവിധായകൻ കഥ മുഴുവൻ ഞങ്ങൾ ഇവിടെ പറയുന്നില്ല, അത് സസ്പെൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. മൈ ഗോഡ് എന്ന ചിത്രം ആദർശിനെ വളരെയധികം
വേദനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചിത്രത്തില്. നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്, കാണണം. ആദർശന് ഇതല്ലാതെ കരാട്ടെ അല്ലാതെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ? പാട്ട് പാടാനോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ എന്തെങ്കിലും? പാട്ട് പഠിക്കേണ്ട 7 വർഷമായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാട്ട് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം ഇച്ചിരി കാർണോത്തി അല്ലെങ്കിൽ കാർന്നവരെന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഞങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ബീനയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. വീര ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആദർശ്, നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കെ. കൈ നിറയെ വെണ്ണത്തരാം, കവിളിലൊരും മതരാം, കണ്ണൻ കവിളിലൊരും മതരാം. കൈ നിറയെ വെണ്ണത്തരാം, കവിളിലൊരും മതരാം, കണ്ണൻ കവിളിലൊരും മതരാം. നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാം, നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാം, കൊതിയുള്ളോരുണ്ടീതാ താഴെ. കൈ നിറയെ വെണ്ണത്തരാം, കവിളിലൊരും മതരാം, കണ്ണൻ കവിളിലൊരും മതരാം. എന്താ മോളെ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും കുട്ടിക്കലവറയിൽ വന്ന് പാടാൻ തീരുമാനിച്ച പാട്ട് നല്ലതാണ്. കാരണം ഉമ്മ തരാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഉമ്മരെല്ലാം ഉമ്മ തന്നു കളയും. ഇവിടെ ഇരിക്കുന്നവർ മിക്കൊരു ഉമ്മച്ചന്മാരാണ്. അപ്പൊ ആദർശിന്റെ പാട്ട് നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. പാരന്റ്സ് മോന് സപ്പോർട്ടാണോ? നല്ല ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? രണ്ടാളും ഒരു നല്ല സപ്പോർട്ടാ. ഇതുപോലെ അഭിനയിച്ചതിന് ശേഷമാണോ അതിന് മുന്നേ ആണോ? അതിനെ മുന്നേ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും ആദർശനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടായിരുന്നു കൈ പൊക്കിയാൽ. മോന് സിനിമയിലെ ആ ഫിലിമില് എന്താവാനായിരുന്നു ആഗ്രഹം? ആ ഫിലിമില് സ്റ്റോറി എന്തായാലും ഇവിടെ പറയാൻ പറ്റില്ല. അത് അല്ലല്ല, അത് 250 രൂപ 300 രൂപ കൊടുത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കഥ പറഞ്ഞു തരില്ല അല്ലേ ചേട്ടാ? ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ല, അതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അടിച്ചു മാറ്റാന്ന് വിചാരിച്ചാ ഇതിപ്പോ കൃഷ്ണമൂർത്തി ചോദിച്ച പോലെ ആയിപ്പോയല്ലോ. അജേട്ടാ, ദിയയുടെ മമ്മി എന്തായാലും എന്തുദ്ദേശത്തിൽ ചോദിച്ചാണെന്ന് അറിയില്ല. കഥ കേൾക്കാനാണോ, തിയേറ്ററിൽ പോയി പൈസ മുടക്കാതെ ഇവിടെ നോസിന് കേട്ടിട്ട് പോവാനാണോ, എന്താണോ എന്നറിയില്ല. എന്തായാലും ഇതിന്റെ കഥ പറയാനും പറയാതിരിക്കാനും അവകാശമുള്ള ഒരാള് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു മൈ ഗോഡ് ചലച്ചിത്രത്തിന്റെ സംവിധായകൻ മോഹൻ. വെൽക്കം കുട്ടിക്കലവറ. സർ, തിയേറ്ററിൽ പോവാതെ മൈ ഗോഡ് ചലച്ചിത്രത്തിന്റെ കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ചു പേര് ഇവിടെ ഉണ്ട്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യമേ തന്നെ എനിക്ക് അതാണ് അറിയേണ്ടത്. ഞാൻ ഈ പറയുന്ന കഥ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. നമ്മുടെ ഓരോ വീടുകളിലും എൻ്റെ വീട്ടിലും ഉൾപ്പെടെ നടക്കുന്ന കഥ തന്നെയാണ്. ഇത് കഥ പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാൻ കൂടുതൽ ആവേശം തോന്നുകയുള്ളൂ. പക്ഷെ അതിൻ്റെ സമയം ഇവിടെ ഇല്ല. പ്രത്യേകിച്ചും ഈ കുട്ടിക്കലവറയിൽ തന്നെ പല കുട്ടികളും അവരുടെ ആഗ്രഹങ്ങൾ ഇതിൽ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പം ഞാൻ വളർന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. അതേസമയം ഇപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുട്ടികൾ ജനിക്കുമ്പം അതിന് മുന്നേ തന്നെ അച്ഛനമ്മമാർ തീരുമാനിക്കുകയാണ് എൻ്റെ മകൻ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണമെന്ന്. പക്ഷെ കുട്ടികൾ ജനിച്ചു ഓരോ കുട്ടിക്കും നമ്മൾ പറയുന്നതാണ്, എവറി ചൈൽഡ് ഹാസ് എ ഡ്രീം എന്നാണ്. ഓരോ കുട്ടിക്കും ഒരു സ്വപ്നമുണ്ടാവും. ആ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയാതെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ കുട്ടികളുടെ മേലെ കെട്ടിവെക്കുമ്പം കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് ഈ സിനിമയിലൂടെ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? പ്രേരണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എൻ്റെ വീടുകളിൽ എനിക്ക് 5 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ കുട്ടികൾ വളർന്നു വരുമ്പം എൻ്റെ കൈകളിലൂടെയാണ് ഒരുപാട് കുട്ടികൾ വളർന്നതുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ചെറുപ്പം മുതലേ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ
ഇതുപോലുള്ള ബാലസംഘം പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ച് കുട്ടികളിലൂടെ തന്നെ അവരുടെ ഫീലിങ്സ് അറിഞ്ഞിട്ട് വളർന്നവരാണ് ഞാൻ. പിന്നെ പ്രത്യേകിച്ച് മാണിക്കക്കല്ല് എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മാണിക്കക്കല്ലിൽ ഞാൻ പറയാൻ ബാക്കി വെച്ച ഒരു കഥയാണ് ഇപ്പോൾ മൈഗോഡിലൂടെ പറയുന്നത്. തീർച്ചയായും ഇത് ഈ കുട്ടികളുടെ സ്വപ്നം, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു 5 വയസ്സൊക്കെയുള്ള കുട്ടികളായിരിക്കാം ചിലപ്പം. അവർക്ക് പോലൊരു സ്വപ്നമുണ്ട്. അവരുടെ കുട്ടികളുടെ മനസ്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സിനിമ. ഇപ്പം എൻ്റെ മകൾ 5ാം ക്ലാസ് പഠിക്കുകയാണ്. അവളുടെ വാക്കുകൾ പോലും എന്നെ ഈ സിനിമ ഉണ്ടാക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ് മൈ ഗോഡ് എന്ന ചിത്രം, എനിക്കിന്ന് ഇപ്പോൾ തോന്നുന്നു. ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2 ചിത്രങ്ങളും കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലല്ലേ ഈ മറ്റൊരു തരത്തിൽ കുട്ടികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 ചിത്രങ്ങൾ അത് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരുപാട് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് സിനിമ മുന്നേറുകയാണ്. ആ സമയത്ത് അങ്ങ് അതിലൊരു കുട്ടി താരവുമായിട്ട് കുട്ടിക്കലവറയിൽ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. നല്ലൊരു മെസ്സേജോടുകൂടി മൈ ഗോഡ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മറക്കാതെ പോയി കാണുക, വിജയിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒനിയൻ പോഹ. ചേരുവകൾ: അവൽ 1.5 കപ്പ്, സവാള 1, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കപ്പലണ്ടി 2.5 ടീസ്പൂൺ, കറിവേപ്പില 10 തൊട്ട് 12 വരെ, പച്ചമുളക് 1 അരിഞ്ഞത്, പഞ്ചസാര 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം ഒനിയൻ പോഹയാണ്. അപ്പോൾ അത് അവലും മുളകൊക്കെ തമ്മിൽ പിന്നെ ഉള്ളൊരു ഡിഷാണ്. ഒണിയനാണ് ഇതിൻ്റെ മെയിൻ. പോഹ എന്നായിട്ടിപ്പോൾ എനിക്കൊരു ഡയലോഗ് പറയാൻ തോന്നിയത്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കടുകൊക്കെ പൊട്ടിത്തെറിക്കേണ്ടിരുന്നാൽ മതിയായിരുന്നു. കടുകൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് നല്ലോണം ഇളക്കിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലോണം ഞങ്ങൾ ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒനിയൻ പോഹ ഇനി ഒനിയൻ പുകയാവേണ്ടിരുന്നാൽ മതിയായിരുന്നു. തോക്കുന്ന അത്ര സെക്കൻഡല്ല ഞങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് ഫസ്റ്റ് മാത്രം, തേർഡ് കിട്ടത്തില്ല. ഓണിയൻ പോഹയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, കരിവേപ്പില, കടല, പച്ചമുളക്, മഞ്ഞപ്പൊടി, അവില്, സാൾട്ട്, കടുക്, പഞ്ചസാര, വെള്ളം, എണ്ണ. ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണ് ഒനിയൻ പോഹയാണ്. അതിന് എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? ഇതെന്താ? അവല്, കടല, സവാള, പച്ചമുളക്, ലീഫ്, ഇത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, ഉപ്പ്, എണ്ണ, അടിവ്. എടാ, മല്ലിപ്പൊടി അല്ല, മഞ്ഞപ്പൊടി. സോറി. ഞങ്ങളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓണിയൻ പോഹയാണ്. അവരെന്തൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ച് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കും. ഇത് ഈ പൊട്ടത്തി കണ്ടില്ലേ, വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ല, നീ കൊണ്ടത്തില്ലേ? ഞങ്ങള് ഒനിയൻ പോഹ തുടങ്ങിയിട്ടുള്ളൂ.
വിചാരിച്ച് ഈ ഓനിയനില്ലേ അതിനകത്തേക്ക് ഇങ്ങനെ പുക നിറയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെയല്ല, കഴിഞ്ഞൊക്കെ എപ്പിസോഡിൽ മറ്റേ എന്നാ ബ്രെഡ് ഉമ്മാവില്ലായിരുന്നോ, അതുപോലെ തന്നെയാണ്. ബ്രെഡിന് പകരം അവല് ചേർത്തിട്ടേ ഉള്ളൂ. മതി മതി മതി. എന്ത് മണ്ണ് പോലെ മതി എന്ന് പറഞ്ഞാൽ മതി. തന്നെത്താനെ ഉണ്ടാക്കിയ പ്രൈസ് കിട്ടില്ലെങ്കിൽ ഞാൻ നല്ലോണം കരിഞ്ഞു തുടങ്ങിയല്ലോ സവാള. സവാള ഭയങ്കര വേഗം കരിയാണല്ലോ. കപ്പലണ്ടി എല്ലാം ഞങ്ങൾ തിന്നു കിട്ടും, പക്ഷെ കപ്പലണ്ടി തരത്തില്ലെന്ന് അവര് പറഞ്ഞായിരുന്നേ. ഇതെല്ലാം പച്ച കള്ളത്തേല കേട്ടോ. പിന്നെ ആരാ ഇതൊക്കെ ചെയ്യാൻ കൈ പൊള്ളിയ? നീ തന്നെ ചെയ്യോ? എന്റെ അമ്മ ഇതെങ്ങനെ ഇളക്കുന്ന? അതാ ഞാൻ പറഞ്ഞ നീ ചെയ്യണ്ട, ഞാൻ ഇതിന്റെ കാര്യത്തെ എക്സ്പേർട്ട്. അതാണ് അത് പൊട്ടിക്കുക, അത് പൊട്ടിക്കുക. നിങ്ങളെ ഓണിയൻ പോഹ റെഡിയായി. കണ്ടില്ലേ പുക വരുന്നത്? ഹായ്, നല്ല മണമാ. സൂപ്പർ ടേസ്റ്റ്. ആഹാ, ഞങ്ങളുടെ പോഹ ഉണ്ടോ ഭയങ്കര ക്രിസ്പിയാണ്. എടുത്ത് കാണിച്ചു കൊടുക്കുക. ക്രിസ്പിയാണുള്ളത്, നല്ല ക്രിസ്പിയാണ്, നല്ല രസമില്ല കാണാനായിട്ടൊക്കെ. സൂപ്പർ ആയിരിക്കും തിന്നുമ്പോൾ. ഇവളാണ് ടേസ്റ്റ് ചെയ്യണത്, ഇവളാണ് ഇവിടുത്തെ ഷെഫ്. ആ, ടേസ്റ്റ് ചെയ്യൂ. ഷെഫിനോട് നമസ്കാരം ആദ്യം പറയണ്ടേ? നമസ്കാരം ഷെഫ്. തിന്നാലും ഷെഫ്. എനിക്കിത് മുഴുവൻ തിന്നാൻ തരുമോ? അയ്യോ, തിന്നാലും ഡെക്കറേറ്റ് ചെയ്യേണ്ട ഷെഫ്. തിന്നു. സൂപ്പർ ആയിട്ടുണ്ട്.
റെഡിയായി. അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ കുറേ മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് വാരിയിട്ടു, ഇവൻ കുറേ ഉപ്പെടുത്ത് വാരിയിട്ടു. അത് കാരണം ഇത്തിരി ഉപ്പൊക്കെ കൂടി പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഐറ്റമാണ്, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹലോ കുട്ടി, എന്നെ മനസ്സിലായോ എല്ലാവർക്കും? ഇതെന്താ സംഭവം? ഒനിയൻ പോക. ഒണിയൻ പോഹ. പൊഹയോ? ചേച്ചി അത് ഉറക്കം പറ. ഞാനിത് ഫസ്റ്റ് ടീമിന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് മനസ്സിലായി ഇവിടുത്തെ ഈ ഒരു പിള്ളേരുടെ കാര്യം എന്താണെന്നുള്ളത്. ഞാൻ അടുത്ത ടീമിന്റെ അടുത്ത് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. പേരെന്താ? ദേവനന്ദ. എന്റെ പേര് കൃഷ്ണമൂർത്തി. ഇതാരാ അമ്മയാണോ പഠിപ്പിച്ചു തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ? അത് നിങ്ങൾ തനിയെ ട്രൈ ചെയ്തതാണോ? ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഇപ്പൊ എല്ലാം കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഇപ്പോൾ ആദ്യമായിട്ട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതെ. കുഴപ്പമില്ല. എന്തൊക്കെയാണ് ഡെക്കറേഷൻ? അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ വെറൈറ്റി ആയിട്ടുണ്ട്. ഒരാളേ ഉള്ളൂ? പേര് പറ. ചേച്ചിന്റെ പേരെന്താ? നിന്റെ പേര് പറ. എന്റെ പേര് അദ്വൈത്. ഇത്തിരി ഉണങ്ങിട്ടത്. പേര് പറഞ്ഞോ. എന്റെ പേര് കൃഷ്ണദേവ്. അമ്രിൻ. ഏത്? എന്താ? അമ്രിൻ. അമ്രിൻ. ചേച്ചി നല്ല സുന്ദരിയ. ഓർക്കം പറ. ചേച്ചി നല്ല സുന്ദരിയ. ഓക്കെ. ഇതെല്ലാരും പറയണ്ടല്ലോ, നിങ്ങൾ സോപ്പിടാൻ വേണ്ടി പറയുന്നതാണോ? സത്യ ചേച്ചി സുന്ദരിയ. ചേച്ചി അല്ലെങ്കിൽ സുന്ദരിയ. ഇവര് ശരിയല്ല കേട്ടോ. ഇവരെല്ലാരും എനിക്ക് കൈക്കൂലി തന്ന് ഞാൻ സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് വാങ്ങാനുള്ള ശ്രമത്തിലാ. പക്ഷെ ഞാൻ എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവസാനം ഏറ്റവും നല്ല ഡിഷിന് മാത്രമേ ഞാൻ സമ്മാനം പറയുള്ളൂ. ഇതെന്താ അവൾ അങ്ങനെ കൊണ്ട് വെച്ചേക്കുവാണോ? വെറൈറ്റി. അത് കാരണം ഞങ്ങൾ ക്രിസ്പി ആണ്. ചേച്ചി ടേസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോ ചേച്ചിയുടെ ജീവിതം കട്ടപ്പോ. ഞാനിത് ആദ്യം പറഞ്ഞ പോലെ തന്നെ പച്ചവല് കൊണ്ട് വെച്ച് പറ്റിച്ചേക്കുവാ മനുഷ്യന്മാരെ. എന്തായാലും കുഴപ്പമില്ല, ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്നാ പറഞ്ഞോ, ഇതെന്താ സംഭവം? ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഡെക്കറേഷൻ. അപ്പൊ കഴിച്ചു നോക്കണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഞാൻ ഡെക്കറേഷൻ നോക്കി മാത്രം പ്രൈസ് പറയണം. വെറുതെ കഴിച്ചെന്തിനാ അല്ലേ? എന്റെ തടികളാണ്. ഇവൻ കൊറേ മഞ്ഞപ്പൊടി വാരിയിട്ടു, ഞാൻ അറിയാതെ കൊറേ പഞ്ചസാര വാരിയിട്ടു. കുറച്ച് പ്രോബ്ലങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാരും ഇവിടെ ഭയങ്കര വലിയ കുക്കാണല്ലേ ഇവിടത്തെ എല്ലാ പിള്ളേരും. നിങ്ങൾ എന്താ പഠിച്ചത് ഇവിടെ വന്നിട്ട്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ ബ്രെഡ് ഉപ്പുമാവ് പഠിച്ചു, ഗംഗാ ജമുന ജ്യൂസ് പഠിച്ചു, പിന്നെ ബുൾസൈ പഠിച്ചു, ദോശ പഠിച്ചു. ഇപ്പൊ ഇത് പഠിച്ചു. നിങ്ങളോ? ഞങ്ങളോ കുക്ക് ചെയ്യാൻ പഠിച്ചു.
വേണ്ടിയാണ്. അരുന്ധതി ആൻഡ് ജിയോ എന്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഫസ്റ്റ്. അപ്പോ ഇന്നത്തെ ഷോ അടിപൊളിയായിരുന്നില്ലേ? അങ്ങനെയല്ലടാ ഇടണ്ടേ. തന്നെ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചാലൂടാ വീട്ടിൽ ചെല്ലുമ്പോ. എടുത്ത് ഉമ്മനുള്ള നീയാടാ. പോലീസാ എന്നാടാ? നല്ല അടി വെച്ചേ കണ്ടോ? ആ അടി വെച്ച എന്നെയാടാ. ആ വീട്ടിൽ ചെല്ലും ഞാൻ കാണിച്ചുതരാം. ദുഷ്ടൻ. ഏയ് ഇതൊന്നും എടുക്കണ്ട. നിനക്ക് എന്നാ ഇതെന്റെ ഇവ ചുമ്മാ എന്നെ തള്ളുവാ. ഞാൻ ചെറിയ പിടിച്ചോണ്ടല്ലോ ഇച്ചിരി കൂടി പോവും. ആ ഒരു ചുക്കും പിടിക്കട്ടെ. എന്നും കുട്ടിക്കലവറ അവസാനിക്കുന്നത് ചെറിയൊരു അടിപിടിയിലാണ്. ഇന്ന് പക്ഷേ അത് കുറച്ചു നേരത്തെ അങ്ങ് ആരംഭിച്ചു. പാചകത്തിനിടയിൽ തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ബാഹുബലിയെ അഭിനന്ദ് പുറത്തെടുത്തു. किशोरचन्द्रशेखरे प्रतिक्षणं मम. കുട്ടിക്കലവറയുടെ അനേക വിശേഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അവരെല്ലാവരും മേക്കപ്പ് ചെയ്ത് തുടങ്ങി. മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആറായി. പലരൊക്കെ അങ്ങോട്ട് വീടൊക്കെ ഓടി കളിച്ചു തുടങ്ങി. അമ്മമാരൊക്കെ അവിടെ ഇരുന്ന് അവർക്കൊക്കെ എന്തൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനവിടെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ അവിടെ ഒക്കെ പോയി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. കുട്ടിക്കലവറയുടെ പിന്നണി കാഴ്ചകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ആദിത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗുണ്ടയായിരിക്കുന്ന കുഞ്ഞ് അവിടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവനോട് എന്തെങ്കിലുമൊക്കെ പോയി ചോദിച്ചു. കുഞ്ഞു, ഏത് ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഗെയിമില്ല, വേറെ ആരുടെ ഫോണാണ് ഇരിക്കണേ. ആ ഫോൺ വെച്ചിട്ടാണ് കളിക്കാൻ നിൽക്കണേ. പോയി ഇനി നമുക്ക് വാ, നമ്മുടെ ജിയോ കുട്ടൻ, തടിച്ച ജിയോ കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവനോട് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷമാണെന്നാണ് പറയണത്. അപ്പോൾ ഈ തടിയൊന്നും കുറയ്ക്കണ്ടേ? അവിടെ ലവറായിരിക്കും എപ്പോഴും കളിക്കുന്ന കൃഷ്ണമൂർത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലോടി കളിച്ചോണേ. ദൈവം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കണ്ട പോലെ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല അല്ലേ? ആമറിൻ ഇവിടെ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല സോറി, ഓറഞ്ച് കാഷ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവരും അതിനാണ് പണി. ആ കണ്ടോ, ഇതാണ് ബിസ്ക്കറ്റ് വായിൽ വയ്ക്കാണ്ട് ഒന്നും കാണാൻ പറ്റാണ്ട് അങ്ങോട്ട് ഇവിടെയൊക്കെ ഓടി കളിക്കലാണ് പണി. ദേവനന്ദ തന്നെ ഹെയർ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ഹെയർ ആയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സിങ് ആണോ? ഹെയർ ഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമാണോ? ഇനി നമുക്ക് ഫ്ലോറിലേക്ക് പോവാം. അവിടെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും. എപ്പോഴും തന്നെയാണ്. എന്താണ് അപ്പോൾ വിശേഷം? അപ്പോൾ ഇതിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോ, ഞങ്ങൾ ബുദ്ധിമുട്ടാക്കണില്ല. ഇപ്പോൾ നിങ്ങളെ അണിയർ വിശേഷങ്ങളൊക്കെ കണ്ടുല്ലോ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇത് കഥയല്ല, ഇത് അൽസാബിത്തിന്റെ ജീവിതം. സ്വന്തം പപ്പ എവിടെയാണെന്നറിയാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ജീവിച്ച 3 വർഷങ്ങൾ. എല്ലാവർക്കും സ്കൂളിൽ പപ്പയുണ്ട്, പക്ഷെ എനിക്ക് മാത്രമില്ല. സ്വന്തം മകനു വേണ്ടി മാത്രം ആത്മഹത്യാ മുനമ്പിലും തളരാതെ ജീവിച്ച 3 വർഷങ്ങൾ. ഓരോ ജന്മദിനത്തിലും അൽസാബിത്ത് കാത്തിരിക്കുന്നു. പപ്പയുടെ ഫോൺ വിളിയും കാലൊച്ചയും കാതോർത്തിരുന്ന് കരഞ്ഞ അൽസാബിത്തിനെയും അമ്മയെയും തേടി അയാൾ മാത്രം വന്നില്ല. പക്ഷേ അയാൾക്ക് പകരമെത്തിയത് ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസായിരുന്നു. ഇനി ജീവിതത്തിനും മരണത്തിനുമിടയിൽ അമ്മയെ മരണം മാടി വിളിച്ചപ്പോഴെല്ലാം അമ്മയോടൊപ്പം അൽസാബിത്തിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് അൽസാബിത്ത് പറഞ്ഞപ്പോൾ ഈ മകന്റെ മുന്നിൽ പെറ്റമ്മയും മരണവും തോൽക്കുകയായിരുന്നു. അമ്മ അല്ലെങ്കിൽ പോവാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് എന്നെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ കണക്ക് പുസ്തകം തെറ്റിക്കാൻ മനുഷ്യ മനസാക്ഷികളെ ഉണരൂ. പഠിക്കാൻ മിടുക്കനും എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടി കണ്ണിന്റെ കൃഷ്ണമണിയായ അൽസാബിത്തിന്റെ കുടുംബത്തിന് നൽകാം 1000 കാരുണ്യപ്പൂക്കൾ. ഡിസംബർ 31-ാം തീയതി വരെ തീയതി തരാം. അതിനുശേഷം ഞങ്ങൾ നിയമ നടപടികൾ നീങ്ങും. 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരൾ നീറുന്ന നേരിന്റെ നേർക്കാഴ്ചകളുമായി ഒരു ജീവിത കലവറ. പപ്പ വരണേ, എനിക്ക് സങ്കടമാ പപ്പ ഇല്ലാതെ. കുട്ടിക്കലവറ കലക്കിമറിച്ച് ബൊമ്മക്കളി. കുട്ടിബൊമ്മകളുടെ മനസ്സിന്റെ കലവറ നിറച്ച് ബൊമ്മക്കളി. കുട്ടികളെയും മുതിർന്നവരെയും വിസ്മയിപ്പിച്ച ഉജ്ജ്വല മുഹൂർത്തങ്ങളുമായി അവൈ സന്തോഷ് കുട്ടിക്കലവറ കലക്കിമറിക്കുന്നു. ഇങ്ങനൊരു ഡാൻസ് കളിച്ച കാരണം കൊണ്ട് ഈ ഒരു ഫ്ലോർ വരെ എത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പ്രേമാഭ്യർത്ഥനയുമായി പ്രേമി. പ്രേമിച്ചേച്ചി പറയണു എന്നെ പ്രേമിക്കാൻ. പേടിപ്പിക്കുന്ന ആള്. കുട്ടിക്കലവറയിലെ കുട്ടിക്കാമുകനായ കൃഷ്ണമൂർത്തിയുടെ പ്രണയലീലകളും പ്രേമിയുടെ പ്രേമാഭ്യർത്ഥനയുമായി കുട്ടിക്കലവറയ്ക്കും കള്ളനാണം. എന്താ നിനക്ക് എന്നെ സ്നേഹിച്ചാല്? ഞാൻ പ്രേമിച്ചു, ഇപ്പൊ ഒരാളെയും കൂടി പ്രേമിക്കണോ?